നമസ്കാരം. കുറച്ച് കാലങ്ങളായി പല കാര്യങ്ങളെപ്പറ്റി, റെയിൽവേയുടെ പല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിന്, റെയിൽവേ തന്നെ ജോലി ചെയ്യുന്ന മറ്റു പലർക്കും വളരെ കാര്യമായ അറിവില്ലാത്ത റെയിൽവേയിലെ ഒരു മേഖലയെ പറ്റിയാണ്. ട്രെയിൻ കൺട്രോളിങ് റെയിൽവേയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ്, ഒരു ജോലിയാണ് ട്രെയിൻ കൺട്രോളിങ്. ട്രെയിൻ കൺട്രോളർ റെയിൽവേയിൽ കൂടി ചെയ്യുന്ന സേവനങ്ങൾ, ട്രെയിൻ കൺട്രോളർക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എൻ്റെ ഈ സംസാരത്തിൽ കടന്നു വരും. ഞാൻ 1982 താൽക്കാലികമായി പരിശീലനത്തിൻ്റെ ഭാഗമായും 84 ഡിസംബറിൽ സ്ഥിരമായ ഒരു ലാവണമായും ട്രെയിൻ കൺട്രോളറായിട്ട്, സെക്ഷൻ കൺട്രോളർ ആയിട്ട് പാലക്കാട് ഡിവിഷനിൽ ജോയിൻ ചെയ്തു. കൺട്രോൾ ഓഫീസിലെ ഹയറാർക്കി, ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സെക്ഷൻ കൺട്രോളർ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറായിട്ട് പ്രൊമോഷനാകും, ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറായിട്ട് പ്രൊമോഷനാകും. ചീഫ് കൺട്രോളർ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം ഉണ്ട്. ആദ്യം ഗ്രേഡ് 2ലാണ് വരുന്നത്, അത് കഴിഞ്ഞാൽ ഗ്രേഡ് 1 ചീഫ് കൺട്രോളറാകും. ഇത് ഒരാളെ ഉണ്ടാവുള്ളൂ. അയാളാണ് കൺട്രോൾ ഓഫീസിൻ്റെ നിയന്ത്രണമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ മുകളിലാണ് അസിസ്റ്റൻ്റ് ഓപ്പറേഷൻ മാനേജരും ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജരും. അങ്ങനെ ആ ഹയറാർക്കി മുകളിലേക്ക് കടന്നു പോകും. സെക്ഷൻ കൺട്രോളർ ആകുന്നത് പൊതുവിൽ 3 എൻട്രി പോയിന്റുകളാണ് അതിനുള്ളത്. ഒന്ന്, ഡയറക്റ്റ് സെക്ഷൻ കൺട്രോളർ ഫ്രം ട്രാഫിക് അപ്രൻറ്റീസ്. സെക്ഷൻ കൺട്രോളർ ഫ്രം സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് ഗാർഡ്. സ്റ്റേഷൻ മാസ്റ്റർ ഇൻക്ലൂഡ്സ് യാർഡ് മാസ്റ്റർ ഓൾസോ. അന്ന് യാർഡ് മാസ്റ്ററും സ്റ്റേഷൻ മാസ്റ്ററും സെപ്പറേറ്റാണ്. സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്നും, യാർഡ് മാസ്റ്ററിൽ നിന്നും, ഗാർഡുമാരിൽ നിന്നും നിശ്ചിത കോട്ട അനുസരിച്ച് പരീക്ഷ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് കൺട്രോളറായിട്ട് വരിക. ഇങ്ങനെ സെലക്ഷനായി വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് സ്കൂളിൽ സെക്ഷൻ കൺട്രോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടി എടുക്കാൻ അധികാരമുള്ളത്. ട്രാഫിക് അപ്രൻറ്റീസായി വരുന്ന ആളിന് കൺട്രോളർമാരുടെ മൊത്തം എണ്ണത്തിൽ ഒരു നിശ്ചിത ശതമാനം ട്രാഫിക് അപ്രൻറ്റീസുകളെ ഡയറക്റ്റായിട്ട് നിയമിക്കാം. അങ്ങനെ വരുന്നവർക്ക് ഡയറക്റ്റായിട്ട് ജോലി എടുക്കാം. കാരണം അവർ ട്രാഫിക് അപ്രൻറ്റീസ് ട്രെയിനിങ് പീരീഡിൽ സെക്ഷൻ കൺട്രോൾ ട്രെയിനിങ്ങും സെക്ഷൻ കൺട്രോൾ ട്രയലും കഴിഞ്ഞതായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ ട്രാഫിക് അപ്രൻറ്റീസ് എന്ന മാർഗത്തിൽ കൂടിയാണ് സെക്ഷൻ കൺട്രോളറായിട്ട് കൺട്രോൾ ഓഫീസിലെത്തുന്നത്. ആ സമയമായപ്പോഴേക്കും എനിക്ക് ASM എന്ന നിലയിലും വേണമെങ്കിൽ വരാമായിരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു സെക്ഷൻ കൺട്രോളറായിട്ട് 84 സ്ഥിരം ലാവണത്തിൽ കൺട്രോൾ ഓഫീസിൽ കയറുന്നു. അന്ന് കൺട്രോളർക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. റെയിൽവേയുടെ വികസനം മുഴുവൻ 1973 മുതൽ 2010 വരെ ഞാൻ കണ്ട വികസനങ്ങളുടെ ഒരു വലിയ ഗുണഭോക്താവ് സെക്ഷൻ കൺട്രോളറാണ്. എന്തുകൊണ്ടെന്നാൽ സെക്ഷൻ കൺട്രോളുടെ മുമ്പിലുള്ള ചലഞ്ചുകൾ മുഴുവൻ ഈ ഡിസഡ്വാൻറ്റേജുകളാണ്. നീളമില്ലാത്ത ലൂപ്പ് ലൈനുകൾ. ഒന്ന്, സിംഗിൾ ലൈൻ വർക്കിംഗ്. അന്ന് പാലക്കാട് ഡിവിഷനിൽ ഈറോഡ് മുതൽ, ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഈറോഡ് മുതൽ മംഗലാപുരം വരെ, ഈറോഡ് മുതൽ കൊച്ചി വരെ എല്ലാം സിംഗിൾ ലൈനാണ്. സിംഗിൾ ലൈൻ വർക്കിംഗ് ഒരു ചലഞ്ചാണ്. ക്രോസിങ്ങുകൾ ധാരാളം അറേഞ്ച് ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് തിരക്കുള്ള ട്രാഫിക് ടൈമിൽ. അത് മുഴുവൻ മാറി. ഇന്ന് ഈറോഡ് മുതൽ മംഗലാപുരം വരെ ഡബിൾ ലൈനാണ്. ഷൊർണൂർ മുതൽ കൊച്ചി വരെ ഡബിൾ ലൈനാണ്. ഡബിൾ ലൈൻ ഏരിയയിൽ, സിംഗിൾ ലൈൻ ഏരിയയിലും കൺട്രോളർക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അടുത്തത്, അന്നത്തെ ചലഞ്ചുകൾ. ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനിൽ നിന്ന് ഗുഡ്സ് ട്രെയിൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക്, കൃത്യമായൊരു സ്റ്റേഷനിൽ നിന്ന് കൃത്യമായൊരു സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു സംവിധാനം അല്ലായിരുന്നു അന്ന്. അതായത് ഇപ്പോൾ
ഒരു റേക്കാണ് ലോഡ് ചെയ്യുന്നത്. അങ്ങനെ റേക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നവരെ ഇപ്പോൾ ലോഡ് ചെയ്യുന്നുണ്ട്. കോൾ, പെട്രോളിയം പ്രോഡക്ട്സ്, ഫുഡ് ഗ്രെയിൻസ്, സിമൻറ്റ്, ഇതാണ് മുഖ്യമായും ഇപ്പോൾ റെയിൽവേയിൽ ലോഡിങ് ചെയ്യുന്ന സാധനങ്ങൾ. ഇത് ഇപ്പോൾ പെട്രോളിയം പ്രോഡക്ട്സ് ലോഡ് ചെയ്യാൻ റിഫൈനറികൾക്ക് മാത്രമേ കഴിയൂ. സൗത്തിൽ 3 റിഫൈനറിയാണ് പെട്രോളിയം ലോഡ് ചെയ്യുന്നത്. കൊച്ചിൻ റിഫൈനറി, ചെന്നൈ റിഫൈനറി, മാംഗ്ലൂർ റിഫൈനറി. ഇവർ 3 പേരും ലോഡ് ചെയ്യുന്ന ഒരു ട്രെയിൻ ലോഡാണ്. അവരയക്കുന്നത് 10 സ്റ്റേഷനിലേക്കല്ല, ഒരൊറ്റ സ്റ്റേഷനിലേക്കാണ്. കൊച്ചിൻ റിഫൈനറി വാഗണിൽ ലോഡ് ചെയ്യുന്ന പെട്രോൾ കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് ഒന്നിലോ ഇരൂരേക്ക് അയക്കും, അതായത് കോയമ്പത്തൂർ ഏരിയയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ തൃശ്ശാപ്പള്ളിക്ക് അയക്കും, അതല്ലെങ്കിൽ അവർ ഫറൂഖിലേക്ക് അയക്കും. അങ്ങനെ ഇത്രയും പെട്രോൾ ശേഖരിച്ചു വെക്കാൻ ആവശ്യത്തിൽ കൂടുതൽ കഴിവുള്ള സ്റ്റേഷനിലേക്ക് മാത്രമേ റിഫൈനറികൾ പെട്രോളിയം പ്രോഡക്ട്സ് അയക്കുകയുള്ളൂ. ഫുഡ് ഗ്രെയിൻസ് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങൾ, മധ്യപ്രദേശ്, ഈ ഭാഗങ്ങളിൽ ഒരു സ്റ്റേഷനിൽ കളക്ട് ചെയ്യുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു സ്റ്റേഷനിൽ കളക്ട് ചെയ്യുന്ന വീറ്റ്, ഗോതമ്പ്, അരി, അങ്ങനെയുള്ള സാധനങ്ങൾ കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഉള്ള ഒരു സ്റ്റേഷനിലേക്ക് 40, 48, 58 വരെയുള്ള വാഗണുകളിൽ ലോഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്റ്റേഷനുകളാണ്. അത് പോകുന്നത് അത്രയും പല വണ്ടികൾ സാധനങ്ങൾ ഇറക്കി വെക്കാൻ സൗകര്യമുള്ള സ്റ്റേഷനുകളിലേക്കാണ്. ഉദാഹരണത്തിന് പാലക്കാട് FCI ഗോഡൗണിൽ 80,000 ടൺ ഭക്ഷ്യധാന്യം ശേഖരിക്കാനുള്ള കഴിവുണ്ട്. ഒരു ട്രെയിനിന് കൊണ്ടുവരാൻ കഴിയുന്ന മാക്സിമം 3000-3500 ടണ്ണാണ്. അങ്ങനെ 20-25 ട്രെയിൻ ലോഡ് ഭക്ഷ്യധാന്യം വന്നാലും ശേഖരിക്കാൻ കഴിവുള്ള സ്ഥലമാണ് പാലക്കാട്ടെ ഒലവക്കോടുള്ള FCIയുടെ ഗോഡൗൺ. അത്തരം ഗോഡൗണുകൾ കേരളത്തിൽ പല ഭാഗത്തും FCIക്കുണ്ട്. അവർക്കെല്ലാം ഏറ്റവും ചെറുതിന് പോലും ഒരു ട്രെയിൻ ലോഡ് ഭക്ഷ്യധാന്യം ശേഖരിക്കാനുള്ള കഴിവുള്ളതാണ്. അപ്പോൾ അങ്ങനെ അയക്കുന്നു. കോൾ ഉണ്ടാകുന്നത് മൈനിൽ തന്നെയാണ്. കോൾ മൈനിൽ നിന്ന് കോൾ ലോഡ് ചെയ്ത് അയക്കുന്നത് അധികവും സിമൻറ്റ് ഫാക്ടറിക്കാർക്കും തെർമൽ പ്ലാന്റുകൾക്കുമാണ്. അവരും ബിഗ് കൺസ്യൂമർ ആൻഡ് ബിഗ് പ്രൊഡ്യൂസറാണ്. പിന്നെ പോർട്ടിൽ വരുന്ന കോള് അതും അതുപോലെ തന്നെ. അതല്ലാതെ 10 വണ്ടിക്കകത്ത് നാളികേരം കയറ്റുക, 5 വണ്ടിക്കകത്ത് കടല കയറ്റുക, 3 വണ്ടിക്കകത്ത് എന്തെങ്കിലും പച്ചക്കറി കയറ്റുക, അങ്ങനെയുള്ള ലോഡിങ് ഇപ്പം ഇല്ല. ഇത് നിന്നുപോയതാണ്, നിർത്തിയതാണ് സിസ്റ്റമാറ്റിക്കായിട്ട്. ഇതും കൺട്രോളുടെ മുമ്പിലുള്ള ചലഞ്ചായിരുന്നു. ഒരു ഗുഡ്സ് ട്രെയിൻ ഒന്ന് ഓടുകയാണെങ്കിൽ 1, 2, 3 വണ്ടികൾ ബീച്ച് സ്റ്റേഷനിൽ കട്ട് ചെയ്യണം. അപ്പോൾ ബീച്ച് സ്റ്റേഷനിൽ കാലി വണ്ടികളുണ്ടാവും, അത് പകരം മാറ്റിയെടുക്കണം. അടുത്ത 3 വണ്ടികൾ എൽ സ്റ്റേഷനിലായിരിക്കാം. അങ്ങനെ എയിൽ നിന്നും ഒരു ഗുഡ്സ് ട്രെയിൻ ഓടി ഇസഡിൽ എത്തുമ്പോഴേക്കും വണ്ടികൾ മുഴുവൻ കട്ട് ചെയ്യുകയും അവിടെ നിന്നൊക്കെയുള്ള വണ്ടികളെ ആഡ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ സ്റ്റേഷനിലെത്തുക. വീണ്ടും ആ സ്റ്റേഷനിൽ തരംതിരിക്കണം. ഇത്തരം ചലഞ്ചുകളെല്ലാം മാറി. ട്രെയിൻ കൺട്രോളിങ്ങിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി. പ്രയോറിറ്റി ഫിക്സിങ്. റെയിൽവേ ബോർഡ് ട്രാൻസ്പോർട്ടേഷന് ഓരോ ദിവസവുമല്ല, ഓരോ മണിക്കൂറല്ല, ചിലപ്പോൾ ഓരോ സെക്കൻഡ് പോലും പ്രയോറിറ്റികൾക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രയോറിറ്റികളെ പറ്റിയുള്ള, ഈ മുൻഗണനാ ക്രമത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഏറ്റവും ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് കിട്ടുന്നൊരു കൺട്രോളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടാൽ പകുതി ദൂരം എത്തുമ്പോൾ അത് വേറൊരു വഴിക്ക് തിരിച്ചു വിടേണ്ടി വരും. അത് ചിലപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ തീരുമാനമായിരിക്കും. ഇന്ത്യയുടെ ദേശീയമായ ആവശ്യത്തെപ്പറ്റി പ്രാദേശികമായ ഒരു രംഗത്തിരിക്കുന്ന ഒരു കൺട്രോളർക്ക് അറിയാൻ കഴിയില്ല. അതറിയുന്നത് റെയിൽവേ ബോർഡിന് മുകളിലിരിക്കുന്ന ആൾക്കാർക്കാണ് അത്തരം നിർദ്ദേശം കിട്ടുക. ചിലപ്പോൾ അതിൽ രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ടാവാം, ചിലപ്പോൾ അതിനകത്ത് സുരക്ഷാപരമായ കാരണങ്ങളുണ്ടാവാം. ഈ കാരണങ്ങൾ നമ്മൾ അറിയണ്ട. ഇത് എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പിന്നീടുള്ളൊരു കൺസ്ട്രെയിൻറ്റ് കൺട്രോളർ അന്ന് നേരിട്ടിരുന്നത് ഈ ട്രെയിനുകൾ നിർത്താൻ വ്യത്യസ്തമായ നീളമുള്ള ലൂപ്പ് ലൈനുകളായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നു. ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ട്രെയിൻ എത്ര നീളമുണ്ട്? സാധാരണ റെയിൽവേയിൽ
വെഹിക്കിൾ ലെങ്താണ് നീളമായിട്ട് കണക്കാക്കുന്നത്. 43 വെഹിക്കിൾ ലെങ്തുള്ള ലൂപ്പ് ലൈനുള്ള സ്റ്റേഷനുകളുണ്ടായിരുന്നു. 70 പ്ലസ് മാർജിൻ, അങ്ങനെ 78-80 യൂണിറ്റിൻ്റെ ലൂപ്പ് ലൈൻ കപ്പാസിറ്റിയാണ് സ്റ്റാൻഡേർഡ് ലൂപ്പ് ലൈൻ കപ്പാസിറ്റി. ഇതുള്ള വളരെ കുറച്ച് സ്റ്റേഷനുകളെ പാലക്കാട് ഡിവിഷനിലൊന്നുണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് ഷൊർണൂർ മാംഗ്ലൂർ സെക്ഷനിൽ. ഇതെല്ലാം കൺട്രോളിൻ്റെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്ന് അതെല്ലാം പോയി. തിക്കോടി സ്റ്റേഷനിൽ 2 എക്സ്പ്രസ് ട്രെയിനിന് ക്രോസ് ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു. 21 ബോഗിയിൽ കൂടുതൽ നീളമുള്ള 2 എക്സ്പ്രസ് ട്രെയിനിന് തിക്കോടി സ്റ്റേഷനിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. പല കൺട്രോളർമാരും അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പെട്ടിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർക്ക് അറിയില്ല വണ്ടികൾക്ക് എത്ര നീളമുണ്ടെന്ന്, പക്ഷേ കൺട്രോൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ചില ദിവസം അതിനകത്തൊരു VPO എക്സ്ട്രാ ഇട്ടിട്ട് 21 22 കൺട്രോളർ അന്വേഷിച്ചില്ലെങ്കിൽ അറിയില്ല. ഇത് കൺട്രോളർ കൃത്യമായി അറിഞ്ഞു വെച്ചാലേ ആ ഭാഗത്ത് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളായിരുന്നു. സാധാരണ 18-19 ബോഗിയാണ്, കോച്ചസാണ് ഒരു എക്സ്പ്രസ്സിലുള്ളതെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ കോച്ചോ സ്പെഷ്യൽ കോച്ചോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് ആ ട്രെയിനിന് നീളം കൂട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ട്രെയിനുകൾ ക്രോസ് ചെയ്യാൻ അതിനനുയോജ്യമായ സ്റ്റേഷനുകളൊന്ന് കണ്ടുപിടിക്കാനായിരുന്നു. ഇന്നത്തെ കൺട്രോളർമാർക്കൊക്കെ അത് അത്ഭുതമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ അന്ന് കൺട്രോളർമാർക്ക് നേരിടുന്നുണ്ടായിരുന്നു. വേഗത. ഞാൻ ഈ സർവീസ് തുടങ്ങുന്ന കാലത്ത് 90% തീവണ്ടികളും ഓടിക്കൊണ്ടിരുന്നത് സ്റ്റീം എഞ്ചിൻ കൊണ്ടായിരുന്നു. സ്റ്റീം എഞ്ചിൻ്റേതായ ഇൻഹറൻ്റ് ഡിസഡ്വാൻറ്റേജസ്, സ്വസിദ്ധമായ അതിൻ്റെ ദൗർബല്യങ്ങൾ പലതും താങ്ങേണ്ടി വരുന്നത് ഈ കൺട്രോളറായിരിക്കും. സ്റ്റീം എഞ്ചിൻ മാറി, ഡീസൽ എഞ്ചിനുകൾ വന്നു, കുറേ റിലയബിളായി, വണ്ടികളുടെ വാഹനശേഷി വർദ്ധിച്ചു, വണ്ടിയുടെ ബ്രേക്കിംഗ് നിർത്താനുള്ള മാർഗങ്ങൾ കുറച്ചുകൂടെ നന്നായി. ഇത് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഏതാണ്ട് ഇത്രയും എണ്ണം ട്രെയിൻ, അന്നത്തെ സ്റ്റീം എഞ്ചിൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന 3 ട്രെയിനിനെ ഒരു ഡീസൽ എഞ്ചിൻ കൊണ്ടുപോകാൻ തുടങ്ങി. ഡീസലിൽ നിന്നും അത് AC വന്നു, കുറെ കൂടെ എളുപ്പമായി. AC-യുടെ അതിശക്തമായ എഞ്ചിനുകൾക്ക് വളരെ കൂടിയ ഭാരവാഹന ശക്തിയുണ്ട്, ഹോളിംഗ് കപ്പാസിറ്റി വളരെ കൂടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ജോലിയാണ്. ഇതിൻ്റെ എല്ലാം ആദ്യത്തെ ഗുണഭോക്താവ് ഒരു സെക്ഷൻ കൺട്രോളറാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒരു ഡ്രൈവറൊക്കെ കൂടുതൽ, ഒരു ഗാർഡിനൊക്കെ കൂടുതൽ, ഒരു സ്റ്റേഷൻ മാസ്റ്ററൊക്കെ കൂടുതൽ അതിൻ്റെ ഒരു ഗുണഭോക്താവ്, മാനസികമായി അതിൻ്റെ വലിയ ഗുണഭോക്താവ് ഒരു സെക്ഷൻ കൺട്രോളറാണ്. അന്നൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരുപാട് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റിയുള്ള അറിവ് ഒരു കൺട്രോളർക്ക് ആവശ്യമായിരുന്നു. ഇന്ന് അത്രയൊന്നും ആവശ്യമില്ല. അയാളുടെ മുമ്പിലുള്ള ഇന്നത്തെ ഇത്തരം വെല്ലുവിളികൾ വളരെ കുറവാണ്. വണ്ടികളുടെ എണ്ണം കൂടി, എക്സ്പ്രസ് ട്രെയിനുകളുടെ എണ്ണം കൂടി, വേഗത കൂടിയ വണ്ടികൾ കൂടുതലായി ഓടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വരുമ്പം പോലും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കൂടി വരുന്നുണ്ട്. വേറൊരു വലിയ മേഖല മാറ്റമുണ്ടായത് സിഗ്നൽസിലാണ്. അന്നത്തെ സിഗ്നൽസ് മുഴുവൻ ആം സിഗ്നലായിരുന്നു. ലോവർ ക്വാഡ്രൻ്റ് സെമാഫോർ സിഗ്നലായിരുന്നു ആദ്യം. അതിനകത്ത് 2 ആസ്പെക്റ്റേ ഉള്ളൂ, ഒന്നിലോ പച്ച അല്ലെങ്കിൽ ചുമല. അപ്പർ ക്വാഡ്രൻ്റ് വന്നപ്പോൾ അതിലൊരു ആസ്പെക്റ്റൂടെ കൂട്ടി, പച്ചയും ചുമലയുടെ നടുക്കൊരു മഞ്ഞ വന്നു. കടന്നു പോകാം, പതുക്കെ വേണം എന്നുള്ള നിർദ്ദേശം. പച്ചയിൽ കടന്നു പോകാൻ വേഗതയിൽ, ചുമലയിൽ കടക്കരുത് എന്നുള്ള നിയന്ത്രണം ഉള്ള സിഗ്നലുകളുടെ എണ്ണം കൂടി. ഞാനൊക്കെ വരുമ്പോൾ ഈറോഡ് സ്റ്റാമ്പിളി സെക്ഷനിലൊക്കെ പല സ്റ്റേഷനിലും ഈ ലോവർ ക്വാഡ്രൻ്റ് 2 ഇതുള്ള സിഗ്നലായിരുന്നു, 2 ആസ്പെക്റ്റ് മാത്രമുള്ള സിഗ്നൽ. അതിനുശേഷം കൈ സിഗ്നലിൽ പോയി രാത്രിയും പകലും പ്രവർത്തിക്കുന്ന കളർ ലൈറ്റ് സിഗ്നൽ വന്നു. അവർ 4 ആസ്പെക്റ്റാണ് ഡ്രൈവർമാർ കൊടുക്കുന്നത്. ഇത് ഡ്രൈവർമാർക്ക് വളരെ അഡ്വാൻറ്റേജസ് ആണെന്നും വളരെ അനുകൂലമാണെന്ന് ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഡ്രൈവർക്ക് കിട്ടുന്ന ഇത്ര ആനുകൂല്യങ്ങളുടെ പോലും ഒരു ഗുണഭോക്താവ് സത്യത്തിൽ സെക്ഷൻ കൺട്രോളറാണ്. ഡ്രൈവറുടെ വർക്കിംഗ് കണ്ടീഷൻ നന്നായാൽ അത് സെക്ഷൻ കൺട്രോളറുടെ വർക്കിനെ റിഫ്ലക്റ്റ് ചെയ്യും. അവർ തമ്മിലുള്ള ഇടപെടലിന് അത് വളരെ എളുപ്പമാക്കും. അങ്ങനെ സിഗ്നൽസ് നന്നായി. അടുത്തത് പാളങ്ങൾ.
വളരെ ചെറിയ ഭാരം താങ്ങിക്കൊണ്ടിരുന്ന പാളങ്ങൾക്ക് വളരെ ഗേജ് കൂടിയ പാളങ്ങൾ വന്ന് അത് വലിയൊരു റീപ്ലേസ്മെൻ്റായി. അതുകൊണ്ട് അത്ര വേഗമൊന്നും പാളങ്ങൾക്ക് പണ്ടത്തെ പോലെ ഇന്ന് എവിടെയെങ്കിലും ഒരു പാളത്തിൻ്റെ ഒരു അല്പം പൊട്ടിക്കഴിഞ്ഞാൽ വൻ അപകടം ഒഴിവായി എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്തകൾ വരും. ഇത് റെയിൽവേയിൽ സർവ്വസാധാരണമായി എപ്പോഴും നടക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റം, വെളുപ്പിനെ മഞ്ഞും അത് കഴിഞ്ഞ് 10 മണിയോടുകൂടി നല്ല ചൂടുള്ള കാലങ്ങളിൽ പാളങ്ങൾ പൊട്ടാറുണ്ട്. അതിന് ശക്തമായ ചില ഒരുക്കങ്ങളും റെയിൽവേ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കാണത്തക്ക രീതിയിൽ ഡ്രൈവർ, ലോക്കോ പൈലറ്റും ഗാങ്മാനും എല്ലാം ചേർന്ന ഒരു സുരക്ഷാ സംവിധാനം അതിന് ഉണ്ട്. അതൊന്നും അത്ര പെട്ടെന്ന് റെയിൽവേയുടെ അപകടങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. വലിയ പത്രവാർത്തകൾക്ക് സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട്. അവിടെ പാളം പൊട്ടിയതുകൊണ്ട് വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പം വലിയൊരു അപകടം രക്ഷപ്പെട്ടു. ഇത് റെയിൽവേയിൽ എപ്പോഴും നടക്കുന്നതാണ്. ഈ നിർത്തിയ പലരുടെ ഉത്തരവാദിത്വം അത് നിർത്തുക എന്നുള്ളതാണ്. അതൊരു വിശേഷിച്ചൊരു കാര്യമല്ല. പക്ഷേ പാളങ്ങൾ കൂടുതൽ ക്വാളിറ്റി കൂടിയ പാളങ്ങൾ വരികയും അത് നന്നാകുകയും ചെയ്തു. ഇനി വളരെ ശക്തമായ മാറ്റം വന്നൊരു മേഖലയാണ് നമ്മുടെ വണ്ടികൾ, വാഗണുകൾ, കോച്ചുകൾ. ഇതെല്ലാം ആദ്യകാലത്ത് വളരെ നീളം കുറഞ്ഞ മരം കൊണ്ടുണ്ടാക്കിയ കോച്ചുകളായിരുന്നു. അത് മുഴുവൻ മാറി പക്ക സ്റ്റീൽ ബോഡിയുടെ കോച്ചുകളായി. കോച്ചുകളുടെ ഭാരം കൂടി, വേഗത കൂടുമ്പം ഭാരം കൂടുതൽ വേണം. കോച്ചുകളുടെ ഭാരം കൂടി, കോച്ചുകൾക്ക് സൗകര്യങ്ങൾ കൂടുതലുണ്ടായി, കോച്ചുകളുടെ അണ്ടർ ഫ്രെയിം ക്വാളിറ്റി കൂടി, കോച്ചുകൾക്കുണ്ടായിരുന്ന ബെയറിങ്ങുകൾ മാറ്റി. ഇതെല്ലാം കോച്ചുകളുടെ വേഗത കൂട്ടാൻ കാരണമാക്കി. ഇന്ന് നമ്മൾ 150 കിലോമീറ്ററോ 160 കിലോമീറ്ററിലോ ഓടാൻ പറ്റുന്ന കോച്ചുകളെയാണ് 110 കിലോമീറ്റർ 120 കിലോമീറ്ററിലൊക്കെ നമ്മൾ ഓടിക്കുന്നത്. ഈ മാറ്റങ്ങൾ നമ്മൾ ഈ ബെയറിംഗ് ഉണ്ടായിരുന്ന കാലത്ത് ബ്രാസ് ഒക്കെ അകത്ത് വെച്ച് കുറച്ച് ഗ്രീസും കുറേ വേസ്റ്റ് തുണിയൊക്കെ അകത്ത് വെച്ച് വണ്ടി ഓടിക്കുന്ന കാലത്ത് ഒരു കൺട്രോളർക്ക് ഏറ്റവും ഭയമായിരുന്നു. ഏത് നിമിഷവും അതിൽ ഹോട്ട് ആക്സിഡൻറ്റ് രൂപപ്പെടാം. ഒരു ചെറിയൊരു ഇംബാലൻസ് അതിനകത്തുണ്ടായാൽ മതി, അതൊരു ഹോട്ട് ആക്സിലായിട്ട് മാറും. ഒരു ഹോട്ട് ആക്സിൽ വണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു അന്ന് സ്റ്റേഷനുകളിലെല്ലാം ഒരു ചെറിയ ലേബൈ അല്ലെങ്കിൽ സൈഡിങ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇന്ന് അപൂർവമായി അങ്ങനെ വരുന്നത് ഒരിക്കലും ഒരു അപകടത്തിലേക്ക് കലാശിക്കുകയില്ല. ഇത് ഒരു ഗ്യാരണ്ടിയാണ്. കോച്ചുകളുടെ കപ്ലിംഗ്, പണ്ട് IRS കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ച് മുറുക്കി പിടിപ്പിക്കുന്ന കപ്ലിങ്ങുകളായിരുന്നു. ആ കപ്ലിങ്ങുകൾ മാറ്റി സെൻട്രൽ ബഫർ കപ്ലിങ്ങുകൾ വന്നു. കൂടുതൽ ശക്തമായ പിൻ ലോഡിനെ, അതിൻ്റെ പുറകിലെ ലോഡിനെ വളരെ കൂടുതൽ താങ്ങാൻ കഴിയുന്ന കപ്ലിങ്ങുകൾ വന്നു. പണ്ട് ഞാൻ റെയിലിൽ വരുന്ന കാലത്തും ഞാൻ കൺട്രോളറായ കാലത്തും കപ്ലിംഗ് പൊട്ടി വണ്ടികൾ മുറിഞ്ഞു പോകുന്ന സംഭവം വളരെയധികം ഉണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു മിസ്മാനേജ്മെൻ്റ് ഉണ്ടായ ഒരു കപ്ലിംഗ് ഓപ്പണിംഗ് അല്ലാതെ കപ്ലിംഗ് പൊട്ടിയൊരു അപകടം ഉണ്ടാകുകയില്ല. ഇതെല്ലാം റെയിൽവേയുടെ മൊത്തത്തിലുള്ള ജോലിയെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു വലിയ ഗുണഭോക്താവായി സെക്ഷൻ കൺട്രോളർ മാറിയിട്ടുണ്ട്. പിന്നെ അന്നും ഇന്നും ഒരുപക്ഷെ ഒരുപോലെ നിൽക്കുന്ന സെക്ഷൻ കൺട്രോളറുടെ ഒരു പണി ആക്സിഡൻറ്റ് മാനേജ്മെൻറ്റാണ്. ആക്സിഡൻറ്റുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു അപകട സമയത്തെ മാനേജ്മെൻറ്റ്, അതിന് വേണ്ട റിലീഫ് മെറ്റീരിയൽസ് എവിടെയാണുള്ളതെന്ന് അറിഞ്ഞു വെക്കുക. ഉദാഹരണത്തിന് ബ്രേക്ക് ഡൗൺ സ്പെഷ്യൽ എവിടെയൊക്കെയാണ് റെയിലിലേക്കുള്ളത്, മെഡിക്കൽ റിലീഫ് വാൻ എവിടെയാണുള്ളത്, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അത് അവസരത്തിനൊത്ത് അത് ഓർഡർ ചെയ്യുക. ഇതിനാരും കൺട്രോളർക്ക് ഓർഡർ കൊടുക്കുകയില്ല. ഇതിൻ്റെ ഓർഡറുകളെല്ലാം ആദ്യമായി തുടങ്ങേണ്ടത് ഒരു സെക്ഷൻ കൺട്രോളുടെ വായിൽ നിന്നാണ്, ഒരു സെക്ഷൻ കൺട്രോളുടെ ഫോണിൽ നിന്നാണ് ഇതാദ്യമായി ഫീൽഡിലേക്ക് പോകേണ്ടത്. ഒരാളും കാത്തു നിൽക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി പുതിയതായി വന്ന കൺട്രോളർമാരോട് പലരോടും പറഞ്ഞത്, നിങ്ങളാണ് റെയിൽവേയുടെ ഏറ്റവും വലിയ മെറ്റീരിയൽ മാനേജർ. ബാക്കി നിങ്ങളല്ലാതെ ആർക്കും ഒരു മെറ്റീരിയലിനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻഡർ വേണം, കോൺട്രാക്റ്റ് വേണം, അതിൻ്റെ പ്രപ്പോസൽ വരണം, അത് അപ്രൂവ് ചെയ്യണം, അത് സൈൻ ചെയ്യണം, അത് അവിടെ പോകണം, അത് വെറ്റ് ചെയ്യണം, അത് അക്കൗണ്ട്സിൽ പോകണം, അവിടെ മറ്റേ വേറെ ഇടത്ത് പോകണം, അത് ഈ DRM സൈൻ ചെയ്യണം, ഓരോ ലെവൽ നോക്കി. നിങ്ങളുടെ ഒരു ഓർഡറിന് ആരുടെയും വെറ്റിംഗ് വേണ്ട. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അവിടെ 10 ടാക്സി അയക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു സ്റ്റേഷൻ മാസ്റ്റർ ഡയറക്റ്റായിട്ട് ഓതറൈസ് ചെയ്യാം. Arrange to send 10 taxis to the spot. Arrange to call doctors to the spot.
ഇതിനൊരാളുടെ അനുവാദം ആവശ്യമില്ല. നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള സെക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ മുകളിലുള്ള ചീഫ് കൺട്രോളറോ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻ മാനേജറോ ഒന്നും നിങ്ങൾക്ക് അനുവാദം തരണ്ട. ഒരുപക്ഷെ അവരൊക്കെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, കൺട്രോളിൽ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ ചെയ്തോ എന്നായിരിക്കും, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞോ എന്നായിരിക്കും ചോദിക്കുക. അത്രയ്ക്ക് മെറ്റീരിയലിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. മംഗലാപുരത്ത് നിന്ന് ഒരു എഞ്ചിനെ ഷൊർണൂരിലേക്ക് 300 കിലോമീറ്റർ അല്ലെ 400 കിലോമീറ്റർ ഓടിച്ച് പാലക്കാടോ പോത്തൻഡോ ഒക്കെ എത്തിക്കുമ്പോൾ നിങ്ങളോട് ആരും ചോദിക്കുന്നില്ല ഇത് എന്തിനാണെന്ന്. അതൊരു മെറ്റീരിയൽ മാനേജ്മെൻറ്റാണ്. കോടികൾ വിലയുള്ള ഒരു ലോക്കോയും അതിൽ ഇന്നത്തെ വിലയ്ക്ക് ഇത്ര ശക്തമായ ഇന്ധന ചെലവും 2 or 3 ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമായിട്ടുള്ളവരുടെ റണ്ണിങ് അലവൻസും കൊടുത്ത് ഒരു എൻജിൻ നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ അപ്രൂവൽ വേണ്ട, നിങ്ങൾ സ്വയം അപ്രൂവ് ചെയ്താൽ മതി. ആ എൻജിന് മധുക്കര സ്റ്റേഷനിൽ ഉടനെ ഇമ്മീഡിയറ്റ് ആവശ്യമുണ്ട്. ഏറ്റവും അടുത്ത് കിട്ടുന്ന എൻജിൻ മംഗലാപുരത്താണ്. നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും എളുപ്പമായി ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ മാനേജ് ചെയ്യുന്ന ഒരു ജോലിയാണ് സെക്ഷൻ കൺട്രോളർ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു വലിയ ചുമതല ഒരു മോട്ടിവേറ്ററുടേതാണ്. നമ്മളോട് ആരെങ്കിലും പല മാസ്റ്റർമാർക്കും റണ്ണിങ് സ്റ്റാഫ് ലോക്കോ പൈലറ്റുമാർക്കും ഗാർഡന്മാർക്കും അവരുടെ ഒരു ചെറിയ ഒരു വ്യസനം, തൊഴിലിലുണ്ടായ അവരൊരു പ്രശ്നം, അവർക്ക് ആദ്യം പറയാൻ കിട്ടുന്ന ആൾ സെക്ഷൻ കൺട്രോളറാണ്. സ്റ്റേഷനിൽ വന്ന് എസ്എമ്മിനോട് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഒരു പ്രശ്നം, ഒരു ഡ്രൈവർ, ഒരു ലോക്കോ പൈലറ്റ്, വ്യക്തിപരമായിരിക്കാം, ഔദ്യോഗികമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ തൊഴിൽപരവും ആയിരിക്കാം, അത് പറയുമ്പം അതിനോട് നമ്മൾ സമീപിക്കുന്ന രീതി ഏറ്റവും പോസിറ്റീവ് ആക്കാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് സെക്ഷൻ കൺട്രോളർ. സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേഷൻ കൺട്രോളർ, വിജയിയായ ഒരു സ്റ്റേഷൻ കൺട്രോളർ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം. അത് നമ്മുടെ തൊഴിൽ പലപ്പോഴും നമുക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. പിന്നീട് നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. അങ്ങനെ പ്രയോജനമൊന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു കർമ്മ രീതിയായിട്ട് അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യണം. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് നമുക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തും. അത്തരം സ്വഭാവങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയത് ട്രെയിൻ കൺട്രോളിങ്ങിനെ പറ്റിയാണ്. ഇത് പൊതുവായ ചില വിവരങ്ങൾ മാത്രമേ എനിക്ക് ട്രെയിൻ കൺട്രോളിങ്ങിനെ പറ്റി ഇപ്പോൾ പറയാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ ഇനി വീണ്ടും ഈ ട്രെയിൻ കൺട്രോളിങ്ങിനെ പറ്റി വളരെ വിശദമായി കുറെ സംസാരിക്കുന്നതായിരിക്കും. പണ്ട് എങ്ങനെ ചെയ്തിരുന്നുവെന്നും ഇപ്പം അതിന് എന്തുകൊണ്ട് സാങ്കത്യം ഇല്ലാണ്ടായി പോയി എന്നും ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം.